നമ്മുടെ കൊട്ടാരക്കരയെ സംബന്ധിച്ച് പറയാൻ ഇതാ വെള്ളക്കെട്ടാ ഇവിടെ. ഒരിക്കലും ഇവിടെ യാതൊരു ചാലാട്ടം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഴയിൽ വലഞ്ഞ് കൊട്ടാരക്കരയിലെ ജനങ്ങൾ. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ കൊട്ടാരക്കരയിലെ ജനങ്ങളും കച്ചവടക്കാരും ബുദ്ധിമുട്ടുകയാണ്. കാൽനടയായി പോകുന്നവരും ഈ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. മഴവെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഒരു പ്രശ്നം. റോഡുകളിലെ എല്ലാവിധ ഓടകളും ചപ്പുചവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ്. ജനങ്ങളും തട്ടിയടിച്ച് വീഴാനും തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റോഡിലെ കുഴികളെല്ലാം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ മഴക്കാലത്ത്. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ കച്ചവടം നടക്കാത്ത പ്രതിസന്ധിയിലാണ് വ്യാപാരികളും. വെയിലായാലും മഴയായാലും ഏറിയ പങ്കും അനുഭവിക്കുന്നത് പാവപ്പെട്ട കച്ചവടക്കാരാണ്. മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വമേഖലയും നിശ്ചലമായിരിക്കുക. നമുക്ക് ബിസിനസ്സുപരമായിട്ട് സ്തംഭിച്ച് കിടക്കുക. ഞാൻ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ഒരു മാർക്കറ്റിംഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമോ ജോലിയോ സാഹചര്യങ്ങളോ ഒന്നും ഈ മഴ കൊണ്ടുള്ള ഒരു സാഹചര്യം കൊണ്ട് കിട്ടുന്നില്ല. കാരണം യാത്ര ചെയ്യുന്നതിന് ഈ വെള്ളക്കെട്ടുകൊണ്ടും അതിനുള്ള സംവിധാനങ്ങൾ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന ഒരു സംവിധാനമോ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. കാരണം അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സംവിധാനമാണ് വേണ്ടുന്നത്. അതിനൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. കാരണം ഓട കെട്ടിയ അതിൻ്റെ കാര്യം താൽക്കാലികമായിട്ടും ശാസ്ത്രീയപരമായിട്ടുള്ള വൈദഗ്ധ്യരെ കൊണ്ട് ഒരു പഠനം നടത്തി അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. മഴയ്ക്ക് മുമ്പേ ഇത് തുടങ്ങേണ്ടത് അത് ഇവിടുത്തെ ഈ ഭരണ സംവിധാനങ്ങളുടെയും മുനിസിപ്പാലിറ്റിയുടെയും പോരായ്മകളാണ്. അത് അവർ സ്റ്റഡി ചെയ്യണം. അതിന് വിദഗ്ധരെ കൊണ്ട് സ്റ്റഡി ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. വെള്ളക്കെട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് ഈ കമ്പികളൊക്കെ പൊട്ടി വീഴുക, ആൾക്കാർ അപകടത്തിൽ തന്നെ ഇപ്പം മരിക്കുക, ഒന്ന് രണ്ട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കടകളിൽ കയറാനോ പർച്ചേസ് ചെയ്യാനോ സർവ്വമേഖലയെ സംഭരമായിട്ട് കിടക്കുക. നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റോഡിലെ കുഴികൾക്കും ഓടകളിൽ ചപ്പുചവറുകൾ നിറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തിനും അധികൃതർ ഒരു പരിഹാരം കാണണം.